അപ്പോൾ നമുക്ക് ഈ വണ്ടി ഓടിക്കാം. ഈ വണ്ടി ഓടിക്കാമെന്ന് പറയുമ്പോൾ ഇത് EV ആണല്ലോ, ഇലക്ട്രിക് ആണ്. ഞാനൊന്ന് വെറുതെ കാല് കൊടുത്തുകൊണ്ട് ഓടിക്കാം. ചുമ്മാ കാല് കൊടുക്കാം. നമസ്കാരം. ഇത് സിട്രോൺ C3 ആണ്. 2023 ഫെബ്രുവരിയിലാണ് C3 ബേസ് ചെയ്തിട്ട് C3യുടെ EV ആയിട്ടുള്ള ഈ C3 വരുന്നത്. അപ്പോൾ ലൈവെന്നും ഫീലെന്നും രണ്ട് വേരിയൻ്റായിട്ട് വന്ന ആ ഒരു വണ്ടിക്ക് ഫീച്ചേഴ്സിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ടിയാഗോ ആയിട്ട് മുട്ടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും, കൂടാതെ പഞ്ചിൻ്റെ EV വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ വർഷം ജനുവരിയിൽ ഒരു പുതിയ അപ്ഡേറ്റും കൊണ്ട് സിട്രോൺ C3 വന്നൊക്കെയാണ്. ഇത് C3യുടെ ഏറ്റവും പുതിയ വേരിയൻ്റായിട്ടുള്ള ഷൈനാണ്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. പറയുമ്പോൾ ശരിക്കും സിട്രോണിൻ്റെ C3യുടെ രൂപമുള്ള ഒരു ഇലക്ട്രിക് കാറാണല്ലോ C3. അപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. ഈ മാറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. പ്രത്യേകിച്ചും ഈ ഷൈൻ വേരിയൻറ്റിൽ വന്ന മാറ്റങ്ങളാണ് പറയാനുള്ളത്. എന്തൊക്കെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ആ ഒരു ആഡോൺസ്. ശരിക്കും ഈ ആഡോൺസൊക്കെ തന്നെയും പഞ്ചിനെയും അല്ലെങ്കിൽ ടിയാഗോ EVയൊക്കെ ആ ഒരു നിലക്ക് നിർത്താൻ തക്കവണ്ണം പര്യാപ്തമാണോ? ഇതൊക്കെ നോക്കാം. സ്വാഗതം. $13,49,800 എക്സ്ഷോറൂം പ്രൈസിലാണ് ഈ ഒരു ഷൈൻ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 5EV കൂടി ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു ചെറിയ കമ്പാരിസൺ ആവാം. 5EV എന്ന് പറയുന്ന ആ ഒരു വണ്ടിയാണ് തീർത്തും ഈ ഒരു സിട്രോൺ C3 കമ്പയർ ചെയ്യാൻ പറ്റുക. സൈസ് കൊണ്ട് പവറും അല്ലെങ്കിൽ പെർഫോമൻസൊക്കെ ടിയാഗോയുടെ ഒരു ലെവലാണെങ്കിലും സൈസും അല്ലെങ്കിൽ ഉയരവും അല്ലെങ്കിൽ ആ ഒരു SUV രൂപമൊക്കെ ശരിക്കും 5EVക്കാണ് ഒരു ഇത്തിരി കമ്പാരിസൺ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് C3യുടെ രൂപം തന്നെ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോഴും സിട്രോണിൻ്റെതായിട്ടുള്ള ഒരു ക്ലാസിക് രൂപം എന്നുള്ള ഒരു കാര്യത്തെ പറയുള്ളൂ. ചെറിയ വണ്ടിയാണ്, എന്നാൽ ആ ഒരു വണ്ടിക്കകത്ത് അത്യാവശ്യം സൗകര്യമുണ്ട്, സ്ഥല സൗകര്യമുണ്ട് എന്നുള്ളതാണ്. 29.2 kWh ബാറ്ററിയാണ് സിട്രോൺ C3യിൽ. അപ്പോൾ 320 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ, ഒറ്റ ചാർജ് സഞ്ചരിക്കാൻ പര്യാപ്തമായി ഈ വണ്ടിക്ക് 3.2 kW ചാർജറാണ് ഓൺ ബോർഡ്. പക്ഷേ ഫാസ്റ്റ് ചാർജറിൽ 57 മിനിറ്റ് കൊണ്ട് ആ ഒരു 10 to 80% ചാർജ് ആകുന്നുള്ളൂടെ ഇവർ പറയുന്നുണ്ട്. രൂപത്തിൽ ഈ ഒരു ഷൈൻ വേരിയൻറ്റ് പറയത്തക്കവണ്ണം മാറ്റൊന്നുമില്ല. ഇപ്പോൾ C3 അല്ലെങ്കിൽ മുന്നത്തെ C3 ഒക്കെ കണ്ട ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഹലോജൻ ഹെഡ്ലാംപ്സ് ആണ്, DRL ഉണ്ട്, ആ ഒരു വലിയ ഗ്രില്ല് കാണാം, സിട്രോണിൻ്റെ ലോഗോ തന്നെയാണത്. താഴെ ഫോഗ് ലാമ്പില്ല, ഏഡാമും കാര്യങ്ങളൊക്കെ തന്നെ ഒരു പെട്രോൾ വേർഷൻ്റെ പോലെ തന്നെയാണ്. ഇവിടെ ആ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് ഫെൻഡറിലാണെന്നുള്ളതാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ. കൂടാതെ മിററിലല്ല, താഴെയാണ് ഇൻഡിക്കേറ്റർ, എന്നുള്ള ലോഗോ ഉണ്ട്. ഈ മിററിനിപ്പോൾ ഇലക്ട്രിക് കൺട്രോൾസ് കിട്ടിയിട്ടുള്ളതാണ് പുതുമ. വലിയ വീലാണ്, ആ വീലിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് തീർത്തും ഭംഗിയുള്ള ഒരു അലോയ് വീൽ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ആ ഒരു വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 195, 65, R15 ആണ്. അപ്പോൾ ടിയാഗോയുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പഞ്ചുമായിട്ടുള്ള കമ്പാരിസൺ മതി. അതിൻ്റെ മുകളിലേക്കുള്ള ഒരു കമ്പാരിസൺ വണ്ടിക്കില്ല. ഫ്ലാപ്പി ഡോർ ഹാൻഡ്സൊക്കെ സെയിം ആണ്. ഇവിടെ റൂഫ് റെയിൽ ഉണ്ട്, കൂടാതെ റിബ് ചെയ്ത റൂഫും ആ മുന്നിലെ ആൻറ്റിനും കാണാം. അത്രയൊക്കെയുള്ള ഒരു രൂപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് പിന്നിൽ വൈപ്പർ വാഷ് ഡീഫോഗർ കിട്ടിയെന്നുള്ളതും ആ ഒരു കാര്യങ്ങളാണ്. LED ഒന്നല്ല, ലൈറ്റ് സാധാ ഹലോജൻ തന്നെയാണ്, മാറ്റണമെന്നല്ല. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് കാറാണെങ്കിലും ആ ഒരു കാര്യങ്ങൾ ലൈറ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. C3യുടെ ലോഗോ പിന്നിലുണ്ട്, വലിയ ബമ്പറാണ്, സ്കിഡ് പ്ലേറ്റുകൾ കാണാം. കൂടാതെ പാർക്കിംഗ് സെൻസറും ഒരു റിവേഴ്സ് ക്യാമറ കൂടി അല്ലെങ്കിൽ ബാക്കപ്പ് ക്യാമറ കൂടി ഈ ഒരു വണ്ടിക്ക് കിട്ടിയിട്ടുള്ളതാണ്. സിട്രോൺ C3 നമ്മൾ ശരിക്കും വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ചെറിയ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഈ കാണുന്ന ഡാഷ്ബോർഡ് ഡിസൈനും അതുപോലുള്ള അലുമിനിയം ഇൻസെറ്റുകളൊക്കെ തന്നെയും C3 പോലെ തന്നെയാണ്. ഇവിടെ ടച്ച് സ്ക്രീൻ ഉണ്ട്. ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ ഷൈൻ വേരിയൻറ്റ് കിട്ടുക. ഇതിൽ തന്നെ ക്യാമറ, ആ ഒരു ക്യാമറ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കാര്യമായിട്ട് കാണാം. കാരണം ബാക്കപ്പ് ചെയ്യാണ്ട് ബേബി ഡ്രൈവേഴ്സിന് വിളിക്കാവുന്ന ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ക്യാമറ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. സ്റ്റിയറിങ്ങിന് ആ ഒരു ലെതർ റാപ്പിംഗ് വന്നിട്ടുണ്ട്. കൂടാതെ മിററിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഈ ഒരു ട്യൂട്ടർ ഇപ്പോഴും ഡമ്മി തന്നെയാണ് കേട്ടോ, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ടച്ച് സ്ക്രീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ C3 എയർക്രോസിൽ പറഞ്ഞുള്ള ആ ഒരു കാര്യമാണ്, സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ലളിതമായിട്ടുള്ള മീറ്റർ ക്ലസ്റ്റർ, ഒരു ബാറ്ററിയുടെ ആ ഒരു AAA ബാറ്ററിയുടെ ആ ഒരു സൈസിൽ ബാറ്ററി കാണിക്കുന്നുണ്ട്. നമ്പേഴ്സിൽ ആ ഒരു ലെറ്ററിങ് ഇത് കാണിക്കുന്നുണ്ട്. സ്പീഡ് തീർന്നു, അത്രേ ഉള്ളൂ. സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസും ആ ബ്ലൂടൂത്ത് കൺട്രോൾസും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൊള്ളാം. ഇനി ഇവിടെ ആ ഒരു ഷിഫ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഇരിക്കുന്ന ഇരിപ്പാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. നന്നായി ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഹെഡ് റൂം നല്ലതാണ്, നല്ല തൈസപ്പുണ്ട്. ഇപ്പോൾ ഓഫീസ് ചെയറിലിരിക്കുന്ന പോലെ നമുക്ക് ഇരിക്കാൻ എന്നുള്ള ഒരു ഗുണമാണ് ഈ ഒരു കാര്യം. കണ്ടോ, തീർത്തും നല്ല സപ്പോർട്ടീവാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മൊത്തത്തിലൊരു ഫീൽ ഗുഡ് കാറാണ് ഈ ഒരു C3. വലിയ ആ ഒരു പോഷ് കാര്യങ്ങളില്ല, വലിയ ആ ഒരു അലഭാരങ്ങളില്ല. എന്നാൽ ആവശ്യമുള്ള എല്ലാ സംഗതികളും ഉണ്ട്. ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും സിറ്റിയിൽ സുഖകരമായിട്ട്. EV ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അങ്ങനെ നോക്കുമ്പോൾ ഒരു പാക്കേജ് നിലയ്ക്ക്, ഒരു സിറ്റി കാർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് EV എന്ന നിലയ്ക്ക് വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു C3 എന്നുള്ളതാണ്. ഷൈൻ വേരിയൻ്റ് വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് വേണ്ടുന്ന ഫീച്ചേഴ്സൊക്കെ കിട്ടിയെന്നുള്ളതാണ്. ഇത് ഇവർ ആദ്യമേ കൊണ്ടുവന്നതായിരുന്നു, ഒരു ഇത്തിരി വൈകി. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ, അതുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്.
E-C3ക്ക് പഞ്ചുമായിട്ടുള്ള മെയിൻ ആ ഒരു കമ്പാരിസണിൽ അഡ്വാൻറ്റേജ് സ്പേസാണ്. ഇതിൻ്റെ ബാക്ക് സീറ്റ് കൊള്ളാം, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ഇരിക്കാൻ നല്ല സൗകര്യമാണ്, തൈ സപ്പോർട്ട് ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, എല്ലാം കൊള്ളാം. അതായത് പഞ്ചിൻ്റെ ഒരു കുറവ് നമ്മൾ വേണമെങ്കിൽ ആ ഒരു കാര്യത്തിൽ പറയാമെങ്കിൽ ഇതിന് ഒരു കൂടുതലായിട്ട് ഈ ഒരു സ്പേസിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ പ്രൈസിൽ വെച്ചിട്ടും സിട്രോൺ C3ക്ക് E-C3ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം പഞ്ചിൻ്റെക്കാൾ ഒരു ഇത്തിരി പ്രൈസ് കുറവുണ്ട്. പക്ഷേ ഓക്കെ, സ്പെക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാറ്റിയെടുത്താം. എന്നാലും ബാക്കിലൊരു പവർ വിൻഡോയുടെ സ്വിച്ചിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഞാൻ ആ ഒരു C3യിൽ പറഞ്ഞ പോലെ ബാക്കിലാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പ്രശ്നമല്ല, അത് കുറച്ച് കോസ്റ്റ് കട്ടിങ് ചെയ്തതാണ്. മാത്രമല്ല ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടില്ല. ഒരു ആംറസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു, കാരണം EV ആണ്, നമുക്ക് ഇടതയോടൊന്നും ചെയ്യാനില്ല, കൈ വെച്ച് കൊടുക്കുക ഒരു ആംറസ്റ്റിൽ നല്ലതാണ്. ഇവിടെ 60-40 സ്പ്ലിറ്റ് ഇല്ല എന്നുള്ളതും ഒരു കുറവായിട്ട് പറയാം. പക്ഷേ കുറവുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, കാരണം ഈ ഒരു E-C3 ഷൈൻ വേരിയൻറ്റിൽ വന്നപ്പോൾ വന്ന ഫീച്ചേഴ്സിൻ്റെ ഗുണങ്ങളും സ്പേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഏറ്റവും കൂടുതൽ മികവായിട്ട് കാണാം. അതാണ് ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പറയാനുള്ളത്. ഒരു സിമ്പിൾ കീ, ലോക്ക് അൺലോക്ക് ബട്ടൺ, അതിവിടെ കീ ഹോളിലിട്ട് തന്നെ നമ്മൾ ഓൺ ചെയ്തു. ആ ഒരു മീറ്റർലെസ് ടെയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. ബാറ്ററിയുടെ സിമ്പിളുണ്ട്, റേഞ്ച് ന്യൂട്രലാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ റെഡി എന്നുള്ള ആ ഒരു സിമ്പിൾ വന്നു. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ഡ്രൈവിലേക്ക് മാറ്റാം. ഈക്കോ മോഡിൻ്റെ ഈക്കോ മോഡ് ഉപയോഗിക്കുന്നില്ല. 12 സോക്കറ്റും കാര്യങ്ങളൊക്കെ. AC അത്യാവശ്യം നല്ല ഓഡിബിൾ ആയതുകൊണ്ട് AC ഓഫാണ്, നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഓടിക്കാം. ഈ വണ്ടി ഓടിക്കാമെന്ന് പറയുമ്പോൾ ഇത് EV ആണല്ലോ, ഇലക്ട്രിക് ആണ്. ഇതിന് 109 കിലോമീറ്ററോളം ആ ഒരു സ്പീഡ് ലിമിറ്റും ഉണ്ട്. ഞാനൊന്ന് വെറുതെ കാല് കൊടുത്തുകൊണ്ട് ഓടിക്കാം, ചുമ്മാ കാല് കൊടുക്കാം. ഓക്കെ, 100 കിലോമീറ്റർ സ്പീഡ് എത്താനായിട്ട് അത്യാവശ്യം ആ ഒരു സമയം എടുത്തിട്ടുണ്ട്. ടൈമിംഗ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വണ്ടി സിട്രോൺ E-C3യുടെ ഏറ്റവും പുതിയ ഷൈൻ വേരിയൻ്റാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തുടങ്ങിയ കാര്യങ്ങളിൽ 1-2 വിരോധാഭാസമുണ്ട്. ഒരിക്കലും ഈ ഒരു സിട്രോൺ E-C3യെ ഇപ്പോൾ ഷൈൻ വേരിയൻ്റിനെയാണെങ്കിലും പഞ്ചായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അത് ഹാച്ച് ബാക്ക് എന്ന് തന്നെയാണ് കമ്പനിയും പറയുന്നത്. അപ്പോൾ ടിയാഗോ ആണ് ശരിക്കും നല്ല കമ്പാരിസൺ. നമ്മുടെ സ്പേഷ്യസ് ആണ് എന്നുള്ളത് പഞ്ചിൻ്റെ ഒരു ഓവർലാപ്പ് വരുന്നൊരു കാര്യമായിട്ട് പറയാം. ഈ വണ്ടിക്ക് LPF ബാറ്ററീസാണ്, എന്ന് വെച്ചാൽ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി. ആ ബാറ്ററി ആണ് ഈ വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 29.2 kWh ആണ് ആ ബാറ്ററി പാക്ക്. അപ്പോൾ ഇത് ലിക്വിഡ് കൂളിംഗ് അല്ല, എയർ കൂൾഡ് ബാറ്ററിയാണ്. ഈ എയർ കൂൾഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ നിസാൻ ലീഫിൻ്റെ ആ ഒരു കാര്യമായിട്ടാണ് സിട്രോൺ പറയുന്നതെങ്കിലും, നിസാൻ ലീഫ് എന്ന് പറഞ്ഞൊരു കാര്യമായിട്ടാണ് പറയുന്നതെങ്കിലും, എനിക്ക് തോന്നുന്നു ചില ആ ഒരു രാജ്യങ്ങളിൽ നിസാൻ ലീഫിന് ആ ഒരു ലിക്വിഡ് കൂൾഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള സംശയമൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ പലപ്പോഴും പല റിസൾട്ടും കിട്ടിയപ്പോൾ വലിയ കുഴപ്പമില്ല, ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെയാണ് കേട്ടത്. അത് ശരിക്കും റിയൽ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുള്ള ആളുകളാണ് പറയേണ്ടത്. ഇഫ് യു ആർ എ E-C3 ഓണർ പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യൂ, അതിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ 56 HP ആണ് ഇതിൻ്റെ പവർ, 143 Nm ടോർക്കും ഉണ്ട്. അവിടെയും പവർ ടോർക്ക് ഫിഗറുകളും ശരിക്കും അത്ര ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഒരു സിറ്റി കാർ എന്ന നിലയ്ക്ക് അത് മോർ ദാൻ ഇനഫ് ആണെന്നാണ് എനിക്ക് ഈ വണ്ടി ഓടിച്ച് തോന്നിയത്. കാരണം നമുക്ക് അത്യാവശ്യം ഫൺ ഫാക്ടറോടുകൂടി ഓടിച്ചുകൊണ്ട് നടക്കാം. 320 കിലോമീറ്ററോളം റേഞ്ച് പറയുന്നുണ്ട്. ആ റേഞ്ച് പറഞ്ഞാലും 300, 290 മുതൽ അങ്ങോട്ട് മുകളിൽ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 290 വരെ കിട്ടിയാലും മതി. അത്യാവശ്യം നല്ല റേഞ്ചാണ്. പിന്നെ ഈ ഒരു LPF ബാറ്ററിയുടെ കാര്യം അത്യാവശ്യം നിസാൻ ലീഫ് മുതൽ അങ്ങോട്ട് പറയുന്ന ആ ഒരു കാലങ്ങളുടെ പഴക്കമുള്ള ആ ഒരു എക്സ്പീരിയൻസിലെ ബാറ്ററിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. റേഞ്ചൊക്കെ നല്ല കാര്യമായിട്ട് കിട്ടും. നല്ല ചൂടുള്ള സമയത്തിന് ഇപ്പോൾ വരുന്ന കാലത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ചൂട് സമയത്ത് ഓടിച്ചിട്ട് ചാർജ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു വണ്ടി കൂടെയാണല്ലോ ഈ ഒരു സിട്രോൺ E-C3 എന്ന് പറയുമ്പോൾ. ഇനി ഈ വണ്ടിയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള C3കളെയൊക്കെ പോലെ, അല്ലെങ്കിൽ സിട്രോണിൻ്റെ പോലെ റൈഡ് ക്വാളിറ്റിയാണ് എന്നുള്ളതാണ്. മികച്ച റൈഡ് ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ് E-C3 പോലെ തന്നെ. കൂടാതെ ഇരിപ്പും കൊള്ളാം. അപ്പോൾ നന്നായി ഇരുന്ന് നന്നായി ഓടിക്കാൻ പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് കാണാം. നമുക്ക് വലിയ ഫാറ്റിഗൊന്നുമില്ല, സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിംഗ് ശരിക്കും നല്ല സൈസാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സൈസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ, ഫീച്ചേഴ്സിൻ്റെ ഒരു അലഭാരം അല്ലെങ്കിൽ ധാരാളത്തും ഈ വണ്ടിക്കകത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ തിങ്സ് ഡൺ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ വില എന്ന് പറയുമ്പോൾ ഞാൻ 13,86,500 രൂപ എന്നൊക്കെ ഞാൻ ആ ഒരു കറക്റ്റായിട്ട് പറഞ്ഞൊരു പൈസയാണ്. അപ്പോൾ 14 ലക്ഷം താഴെ എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. 14 ലക്ഷം താഴെ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന ഈ ഒരു മോഡലിൽ ആ ഒരു ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 15 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടുന്നത് കരുതാം. അങ്ങനെ കരുതുമ്പോഴും ഒരു സിറ്റി കാർ വാങ്ങുന്ന ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സിറ്റി കാറിൻ്റെ ബെനിഫിറ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടി നല്ലതാണ്. ലളിതമാണ് കാര്യം, സുന്ദരമാണ് കാര്യം. ലളിതം സുന്ദരം എന്ന് പറയില്ല, ആ ഒരു മൈൻഡിൽ കാണാം. അതായത് ഫങ്ഷൻ ഓവർ ഫോം എന്ന നിലയ്ക്കാണ് C3 പോലെ E-C3യുടെയും കാര്യമെന്നാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു കാര്യം അങ്ങനെയാണ്. ബ്രേക്സ് അത്യാവശ്യം നല്ലതാണ്. 15 ഡയമണ്ട് കട്ട് വീൽസാണ് ഈ വണ്ടിക്കുള്ളത്. അലോയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ
സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടു, വിച്ച് ഇസ് ഗുഡ്, നല്ല ഫീച്ചറാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ സീംലെസ് ആണ്, AC ചില്ലിങ് AC ആണ്. പിന്നെ നമുക്ക് ആ ഒരു കാഴ്ചയൊക്കെ കൊള്ളാം, ഉയർത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഒരു SUV ഹാച്ച് ബാക്ക് ആണ് ഈ C3 എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സിട്രോൺ ഈ C3 എന്ന് ചോദിച്ചാൽ, ഞാൻ പറയും ഓക്കെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറയും. കാരണം അതിൻ്റെ ആ ഒരു റൈഡിങ് പോസ്റ്ററും സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കാര്യവും മൊത്തത്തിലുള്ള ആ ഒരു ഫീൽ ഫാക്ടറൊക്കെ തന്നെ നല്ലതാണ്. ഇപ്പോൾ ഫീൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേരിയൻ്റെ പേരാ. ശരിക്കും ഷൈൻ എന്ന് പറയുന്ന ഈ വേരിയൻ്റ് വന്നപ്പോൾ ഉണ്ടായ കുറവുകളെ നികത്തി എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇപ്പോൾ ടിയാഗോ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഓടിച്ചിട്ടുണ്ട്, ടിയാഗോ EV നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഓടിച്ചിട്ടുള്ള ആ ഒരു ഫീല് എന്ന നിലയ്ക്ക് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ആക്സിലേഷൻ നല്ല രസമാണ്, സീംലെസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതായത് വലിയൊരു കുത്തി കയറലോ അങ്ങനെയൊന്നുമില്ല, വളരെ ലൈറ്റായിട്ട് നമുക്ക് കാല് കൊടുത്ത വണ്ടി ഇങ്ങനെ ആ ഒരു നീറ്റായിട്ട് പോവും. NVH ലെവൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. റൈഡ് ക്വാളിറ്റി ഗുണമുണ്ട്, ഹാൻഡ്ലിംഗ് അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ആണ്, വണ്ടി ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒത്തിരി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഹാച്ച് ബാക്ക് എന്ന നിലയ്ക്ക് ഈ C3യുടെ കാര്യത്തിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് ഇല്ലാത്തതാണ് നെഗറ്റീവ്സ്. പക്ഷേ റൈഡ് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്ലിങ് അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള സുഖം എല്ലാം കൂടി കൂടുമ്പോൾ സിട്രോൺ C3 ഒരു നല്ല വണ്ടിയാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ അർത്ഥം ചുരുക്കം. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി. കാലം കൊടുത്തുകൊണ്ട് നമസ്കാരം.